ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്തകപ്പുള്ളിയുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പരങ്കാവ്. ഞാനിപ്പോൾ നല്ല ശീതീകരിച്ച ഒരു അടിപൊളി ഷോറൂമിനകത്താണ്. കൂത്തുപറമ്പുള്ള സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമിനകത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതായത് സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ, അതുപോലെ തന്നെ ഡയമണ്ട് ആഭരണമൊക്കെ ആഭരണങ്ങളുടെ ഒരു വലിയ ഒരു ഷോറൂമാണ്. കൂത്തുപറമ്പിലെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണ ഷോറൂമാണ് സ്കൈ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം. നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കൂത്തുപറമ്പ് ടൗൺ എത്തുന്നതിന് മുന്നെയാണ് സ്കൈ ഗോൾഡിൻ്റെ ഷോറൂം എന്ന് പറയുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി തിരക്കൊന്നുമില്ലാത്ത, തിരക്കൊക്കെ ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് പ്രവർത്തിക്കുന്നത്. ഒരുപാട് സമ്മാന പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഈ ഓണത്തിൻ്റെ അനുബന്ധിച്ച് തുടങ്ങിയതാണ്. ഓണത്തിൻ്റെ ഓഗസ്റ്റ് 11 മുതൽ നമ്മുടെ ഈ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന ഓണം സ്വർണ്ണോത്സവം എന്ന് പറഞ്ഞ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന വ്യക്തിക്കാണ് സമ്മാനം 2 കോടിയുടെ സമ്മാനം. 2 കോടി, 2 കോടി സമ്മാനങ്ങളാണ്. ബമ്പർ സമ്മാനം എന്ന് പറയുന്നത് 100 പവനാണ് സ്വർണം. 100 പവൻ സ്വർണം. അത് നിങ്ങളിൽ ആരോ ഒരാൾ നേടാൻ വേണ്ടി പോവാണ്. 31 വരെ ടൈമുണ്ട്. അതുകൊണ്ട് പർച്ചേസ് ചെയ്യുക, പരമാവധി ആ മത്സരത്തിൽ പങ്കാളികളാകുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു വളരെ ചെറിയ ഒരു ചോദ്യം. സമയം അതാരെയും കാത്തിരിക്കില്ല, പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ടൂറിന് പോയിട്ടുണ്ട്, അല്ലാതെ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഏറ്റവും ദൂരം പോയത് എവിടെയാണ്? ബാംഗ്ലൂരൊക്കെ തന്നെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ പോയിട്ടുണ്ട്. മേഡം എവിടെ ഏറ്റവും ദൂരം പോയത്? രാമേശ്വരം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ദൂരം, അതായത് നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തിന്റെ പേരേതാ? പോകണം, എല്ലാ സ്ഥലം കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്ഥലം? ഡൽഹിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, മോൾക്ക്? എല്ലാവരുടെയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങൾ പോലെ പോകാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആർക്ക് എന്താ ആഭരണം എടുക്കുന്നത്? ലൈറ്റ് വെയിറ്റ് ആയിട്ടില്ല അല്ലേ? ഇപ്പോഴത്തെ മോഡൽ അതാണ്, ഇപ്പോഴത്തെ ട്രെൻഡ്. കാരണം അധിക വണ്ണമൊന്നുമില്ലാത്ത നേരിയ അല്ലേ ആഭരണമൊക്കെ എടുക്കുന്ന സ്റ്റൈൽ. അവിടെ ബാംഗ്ലൂർ ടീം അതുപോലെ തന്നെയാണ് ആയിരിക്കും. എപ്പോഴാണ് നാട്ടിലോട്ട് വന്ന ബാംഗ്ലൂർ? ഇനി എത്ര ദിവസം ഉണ്ട്? ഞായറാഴ്ച. ഓക്കെ. അവിടുത്തെ ഭക്ഷണം നമ്മുടെ കേരള ഫുഡും അവിടെയുള്ള ബാംഗ്ലൂർ ഫുഡൊക്കെ ആയിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോയോ? കുഴപ്പമില്ല. നിങ്ങൾ താമസിക്കുന്ന കൂടെ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ അവർ മലയാളീസ് തന്നെയാണ്? നല്ല കാര്യം. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമാണ്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ദാസ വിജയ എന്നാണ് നാടോടിക്കാര് സിനിമയിൽ മോഹൻലാലും ശ്രീ
ഫാമിലി. അപ്പോൾ നമ്മുടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് കൂത്തുപറമ്പ് ഷോറൂമിലെ, അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമറെ വളരെ മാന്യമായി സ്നേഹത്തോടെ പെരുമാറുന്ന നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇതൊരു ഷോറൂമിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫാണ്. സ്റ്റാഫല്ല, അവിടുത്തെ കുടുംബാംഗം എന്ന് പറയാം. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പേര് വിഷ്ണു. വിഷ്ണു. സ്വന്തം സ്ഥലം ഇരിട്ടി. ഇരിട്ടിയിലെവിടെ? ഇരിട്ടി കുയിലൂർ. പടിയൂർ. പടിയൂരിൻ്റെ അടുത്ത് കൊയിലോട്. പഴശ്ശി ഡാം. ഡാമിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പം? വളരെ പരിതാപകരം. അതായത് നമ്മൾ ഈ പിന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയുള്ള സമയത്ത് മുല്ലപ്പെരിയാർ ഡാമിൽ ഇങ്ങനെ വെള്ളം കയറുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ മൊത്തം ഭീതി പറയുന്ന സമയത്ത് നിങ്ങളുടെ ഡാമിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇപ്പം നല്ല ഗതി പോകുന്നുണ്ട്. ഒരിക്കൽ വെള്ളം കയറ്റി മൊത്തം പോയതാണ്. പിന്നെ അതിന് വലിയ പ്രശ്നം ഉണ്ടായില്ല. ഞമ്മക്ക് പ്രശ്നം വേണമെങ്കിൽ അങ്ങനെ ഉരുള് പൊട്ടണം. അപ്പോൾ ആ വാക്യം നമുക്ക് കേൾക്കണ്ട. ഓക്കെ, അതായത് ആ ഡാം നിർമ്മിച്ച് എത്ര വർഷമായിട്ടോ ഒന്ന് ഓർമ്മയുണ്ടോ? അറിയാം? ഒന്നും അറിയില്ല. ആരാണ് ഡാം നിർമ്മിച്ചെന്നത്, എത്ര വർഷമായെന്നൊന്നും അറിയില്ല. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഡാമിൻ്റെ കാര്യം ഡാം നോക്കട്ടെ. വേണ്ട. അതായത് പുള്ളിയോട് ചോദിക്കും നിങ്ങളോട് ചോദിച്ചിട്ട് അല്ല, നിങ്ങളുടെ പിന്നെ ഇത് ചോദിച്ചിട്ട് അതിൻ്റെ പെർമിഷൻ കിട്ടണം അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഏതക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് ഒരു സമയമാകുന്നത്? ഈ സമയം ക്ലോക്കിലും വാച്ചിലും കാണില്ല. നമുക്ക് കാണാൻ പറ്റുന്ന സമയമാണ്, പക്ഷേ ക്ലോക്കിലും വാച്ചിലും ഈ സമയം കാണില്ല. ഏതക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് ഒരു സമയമായിട്ട് മാറുന്നത്? പിന്നെ ഓർഡർ ചോദിക്കല്ലേ? താങ്ക് യു. ഓക്കെ. അടുത്ത ടീമോട് ചോദിക്കട്ടെ. വാ, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ പിന്നെ അപ്പോൾ നമ്മൾ അടുത്ത ഒരു 3 ആൾക്കാരുണ്ട്.
ദുബായ് പീഡിയ. അങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ പേരിലാണ് പറയുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരാൾ നമ്മുടെ ട്രക്ക് മറിഞ്ഞിട്ട് മണ്ണിടിച്ചെല്ല് മരിച്ച അർജുൻ. അപ്പോൾ അർജുൻ്റെ പേരിൽ അർജുനോട് ഇഷ്ടം കാരണം അദ്ദേഹം ഒരു പുതിയതായിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ട് സാധാരണ ഒരു കച്ചവടം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിന് പേര് അർജുൻ സ്റ്റോർ എന്ന പേരിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേരിടാം എന്നുള്ളതാണ് കാര്യം. അപ്പം ചെറിയൊരു ചോദ്യം, വളരെ ലളിതമായ ചോദ്യമാണ്. സമയം എത്രയും പറയൂ. കയ്യിൽ വാച്ച് 5:15 എന്താണെന്നറിയില്ല, നടക്കുന്നില്ല. അതാണ് ചാർജ് ഇല്ല. അതാണ് സൂചിയുള്ള വാച്ചാകുമ്പം നടക്കാതിരിക്കും. പിന്നെ നമ്മുടെ ഇത് സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് ചാർജറിൻ്റെ പ്രശ്നമാണ്. 5:15 നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നത് 5 മണിക്ക്, ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം 5:15 ഇവരിലെത്തിയിരിക്കുകയാണ്. ചോദ്യം, ഏതക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് ഒരു സമയമായിട്ട് മാറുന്നത്? ഈ സമയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പക്ഷേങ്കിൽ ഈ സമയം ക്ലോക്കിലും വാച്ചിലും ഉണ്ടാവില്ല. 50 എന്ന് മറ്റൊരു സമയം ഇല്ലല്ലോ. 2:50, 3:50, 3:50 എന്നല്ല. മൂന്നാറ്. അത് ഏത് 3:06. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലോക്കിലും വാച്ചിലും കാണാമല്ലോ. ഇത് ക്ലോക്കിലും വാച്ചിലും കാണാൻ കഴിയില്ല. നാഴികയൊന്നുമല്ല, നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പറ്റും, ഇന്നും കാണാൻ പറ്റും. ഒരു വലിയ ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇംഗ്ലീഷിൽ വലിയ ക്ലൂ കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ ഒരു അക്ഷരമാണ്. ഇത് ഇംഗ്ലീഷ് 3 വട്ടം പറഞ്ഞാൽ ഈ സമയമായി. മലയാളത്തിലെ അക്ഷരം ഇംഗ്ലീഷിൽ 3 വട്ടം പറഞ്ഞാൽ ഈ സമയമായി. ഈ സമയം ആകാറാകുന്നേ ഉള്ളൂ. സമയം 5 വാ, ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്കൂ, അങ്ങോട്ട് നോക്കൂ. എന്താ പേര് പറഞ്ഞേ? സിയ. അതായത് ക്ലോക്കിലും വാച്ചിലും കാണാത്ത ഏതക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് ഒരു സമയമായിട്ട് മാറുന്നത്? രാത്രി. ഏതക്ഷരം എത്ര തവണ പറഞ്ഞോ? രാത്രി. അല്ല പറയൂ. രാവൺ പറയൂ. രാവിലെ. രാവണല്ല, രാവൺ. രാത്രി. മനസ്സിലായോ? സമയം രാത്രിയാണ്. പോലെ ഇവിടെ നിൽക്ക്. അതായത് ക്ലോക്കിലും വാച്ചിലും കാണാത്ത പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന സമയമാണ് അത്. ഒരക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് സമയം ഉണ്ടാകുന്ന? ഉത്തരം മലയാളത്തിലെ രാ എന്ന അക്ഷരം ഇംഗ്ലീഷിൽ 3 തവണ പറഞ്ഞാൽ കിട്ടുന്ന സമയമാണ് രാത്രി എന്ന് പറയും. രാ എന്ന അക്ഷരം 3 വട്ടം പറഞ്ഞാൽ രാവൺ, രാറ്റു, രാത്രി. രാത്രി എന്ന് പറഞ്ഞ സമയം വാച്ചിലും ക്ലോക്കിലും കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റുന്ന സമയമാണ്. ഇപ്പം സന്ധ്യാസമയമായിട്ട് രാത്രി ആയാലും കുറച്ചുകൂടി ടൈമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമ്മാനം കൊടുക്കട്ടെ. ബോക്സാണ് കൊടുക്കുന്നത് അല്ല, അതായത് ഗോൾഡ് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ അല്ല, പിന്നെ കൊടുക്കുന്നതാണ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമ്മാനം കൊടുക്കുകയാണ്. നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം. അതായത് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും, സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ. ഓക്കെ. കൂടെ നമ്മുടെ ആ കൂത്തുപറമ്പിനെ പൊന്നണിച്ച സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം. പിന്നെ ബാക്കിയുള്ള സമ്മാനം ഇവിടുന്ന് വാങ്ങാൻ മറക്കരുത്. അതെപ്പോഴും വാങ്ങാം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ സമയം സന്ധ്യ ആവാറായി. നമ്മൾ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത സമയം രാത്രി ആകാറാണ്. കുറച്ച് ഇരുട് വന്നാൽ രാത്രിയായി അല്ലേ. അങ്ങനെ ഓരോ സമയത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യമായിരുന്നു ഏതക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് ഒരു സമയമാകുന്നത്? ഈ സമയം ക്ലോക്കിലും വാച്ചിലും ഒന്നും ഉണ്ടാവില്ലെങ്കിൽ ഏതാണ് സമയത്തിന്? രാത്രിയാണ്. രാ എന്ന അക്ഷരം 3 തവണ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ രാത്രിയും. രാവൺ, രാറ്റു, രാത്രി. നമുക്ക് ക്ലോക്കിലും വാച്ചിലും കാണാൻ പറ്റില്ല, പക്ഷേ
നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന സമയമാണ് രാത്രി എന്ന് പറയുന്ന സമയം. അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 1 തുടങ്ങിയതാണ്. ഒക്ടോബർ 31 അവസാനിക്കുന്ന ഓണം സ്വർണ്ണോത്സവം എന്ന് പറയുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കോടിയുടെ സമ്മാനങ്ങളാണ്. ബമ്പർ സമ്മാനം 100 പവൻ സ്വർണ്ണമാണ്. അപ്പം വരിക കൂത്തുപറമ്പിലെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണശാലയായ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലേക്ക്. അപ്പോൾ നമ്മുടെ എല്ലാം പറഞ്ഞ പോലെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. മൊബൈലിനും കമ്പ്യൂട്ടറും ലാപ്ടോപ്പിനുമായിട്ടുള്ള ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസാകളുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ.